ടെക്സസ് മിന്നൽ പ്രളയത്തിൽ 104 പേർ മരിച്ചതായി സ്ഥിരീകരണം. മിസ്റ്റേക്ക് ക്യാമ്പിലുണ്ടായിരുന്ന 27 പേർ മരിച്ചു. 11 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനിടെ ടെക്സസിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഈ ടെക്സസിലെ ആ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മിസ്റ്റേക്ക് ക്യാമ്പിൽ നിന്ന് കാണാതായവരെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ലഭ്യമായിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇനിയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിൽ എടുത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് റിജിത്ത്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥ ഈ തെരച്ചിലിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സെൻട്രൽ ടെക്സസിൽ ഈ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 104 ഉയർന്നിരിക്കുകയാണ്. അതിൽ 28ഓളം കുട്ടികൾ ഈ മിസ്റ്റിക് ക്രിസ്ത്യൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു. ഇതിൽ 22 മുതിർന്നവരും അതുപോലെ 10 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഈ മിസ്റ്റിക് ക്യാമ്പിൽ ഒരു 11 പേരുടെ ഒരു ഗ്രൂപ്പ്, ഒരു ക്യാമ്പ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മേഖലയിൽ ഇപ്പോഴും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയ്ക്കും അതുപോലെ നദിയിൽ വെള്ളം ഉയരുവാനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് പോയിരിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്തോടെ ഡ്രോണുകൾ പറത്തുന്നത് നിരോധിച്ചിരിക്കുകയാണ്. കാര്യം ഇന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു ഹെലികോപ്റ്റർ ഇത്തരം ഒരു ഡ്രോണുമായി കൂട്ടിയിടിച്ച് അത് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. കിഴക്കൗണ്ടി ആയിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. ഇവിടെ 84 പേരാണ് മരിച്ചത്. ഇതിൽ 28 പേരും കുട്ടികളായിരുന്നു. ഏതാണ്ട് 900ഓളം പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ തെരച്ചിൽ തുടർച്ചയായിട്ട് നടക്കുന്നത് കാരണം ടെക്സസിലുള്ള തെരച്ചിൽ ടീമിനെ സഹായിക്കുവാനായി ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുതിയ തെരച്ചിൽ സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് പ്രളയത്തിനെ പറ്റി നൽകുവാൻ സാധിച്ചിരുന്നെങ്കിൽ മരണനിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചേനെയായിരുന്നു. പ്രത്യേകിച്ച് ഈ നദിയുടെ കരയ്ക്ക് സൈറനുകൾ ഉപയോഗിക്കുന്നതുമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ സമ്മർ ആകുമ്പോൾ ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായതുകൊണ്ട് ധാരാളം പേർ ക്യാമ്പിങ്ങിനായിട്ട് വരാറുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് നൽകുവാൻ ഇപ്പോൾ ഒരു സംവിധാനമില്ല. തന്നെയുമല്ല, സാമ്പത്തികമായിട്ട് അധികം മെച്ചമുള്ള സ്ഥലങ്ങളല്ലാത്തത് കൊണ്ട് ഇതിന്റെയൊക്കെ ബജറ്റ് വരുമ്പോൾ ഇത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല, ഇന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യയും അതുപോലെ ടെലിഫോണിൽ കൂടെ ഉള്ള അലേർട്ട്സും അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ ഉയർച്ച കാണിക്കുന്ന മെഷർമെന്റ്സ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കാവുന്നതായിരുന്നു. ഇപ്പോൾ അത് ഉച്ചത്തിൽ മെഗാഫോണിലൂടെ ഒക്കെ പറഞ്ഞാണ് ഇത്തരം അലേർട്ടുകൾ നടത്തുന്നത്. ഇതിന്റെ ഒരു മാറ്റം വരുത്തുമെന്നാണ് ഗവർണർ പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഈ പ്രദേശം സന്ദർശിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അദ്ദേഹം മാറി നിൽക്കുന്നത് ഈ തെരച്ചിലിന് ഒരു തടസ്സമാകാതിരിക്കാനാണ്. വെള്ളിയാഴ്ച എത്തുമ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണെങ്കിൽ അത്തരം തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ സംസ്ഥാനവുമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. കൃഷ്ണ, ശരി, ഇനി ഇവിടെ നിന്നുള്ള രക്ഷാദൗത്യത്തിന്റെ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം.